ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ആർക്കൈവ്സിൽ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ബിനീഷ് കോടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണം എന്നൊരാവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. മാത്രമല്ല, ബിനീഷ് കോടിയേരിക്ക് ഈ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന ആളുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു ഷോപ്പിൽ ഒരു ഡ്രസ്സ് വാങ്ങാൻ ചെന്നപ്പോൾ, ഷർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ കണ്ട പരിചയമാണെന്ന്. അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അപ്പൊ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാള്, അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമൊരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തുന്നത് ന്യായമായ കാര്യമാണ്. എന്താ സംശയം? അതുപോലെയാണോ എൻ്റെ സഹോദരൻ? ഞാൻ ഒന്ന് അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല, ഞാനൊരു ജനപ്രതിനിധിയല്ല, ഒരു അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഏതെങ്കിലും നിലക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി കഴിയുമെങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള പദവി ഉപയോഗിച്ച് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യമാണ് പരസ്യമായി ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടാം, പോലീസുമായി ബന്ധപ്പെടാം, ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്ന് ആരെങ്കിലും പറയട്ടെ. അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനില്ല, വ്യക്തിപരമായി പ്രതിരോധിക്കാനില്ല, മറ്റേതെങ്കിലും നിലക്ക് പോലീസിനെ ആക്ഷേപിക്കാനില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഒരു ചോദ്യം എനിക്ക് ഉന്നയിക്കാനുള്ളത്, അത് മാധ്യമപ്രവർത്തകരോട് ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാനുള്ളതാണ്. ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള, ഇതിന് നേതൃത്വം കൊടുത്ത ഈ റിയാസ് തക്കയിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിന് പോലീസ് ഇന്നലെ തന്നെ വിട്ടയച്ചു? അദ്ദേഹത്തെ ആരാണ് അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയത്? അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനില്ല, വ്യക്തിപരമായി പ്രതിരോധിക്കാനില്ല, മറ്റേതെങ്കിലും നിലക്ക് പോലീസിനെ ആക്ഷേപിക്കാനില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, അത് മാധ്യമപ്രവർത്തകരോട് ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരാനുള്ളതാണ്. ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള, ഇതിന് നേതൃത്വം കൊടുത്ത ഈ റിയാസ് തക്കയിൽ എന്ന് പറയുന്ന വ്യക്തിയെ എന്തിന് പോലീസ് ഇന്നലെ തന്നെ വിട്ടയച്ചു? അദ്ദേഹത്തെ ആരാണ് അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ്? എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യാത്തത്?